മാതാപിതാക്കളുടെ വാത്സല്യം എന്താണെന്ന് പോലും അറിയാതെ ജീവിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ നിരവധിയുണ്ട്. അത്തരത്തിൽ 23 വർഷങ്ങൾക്ക് മുൻപ് 4 മാസം പ്രായമുള്ളപ്പോഴാണ് ദയ എന്ന പിഞ്ചു കുഞ്ഞിനെ അവളുടെ അമ്മ ആലപ്പുഴയിലെ ഹോപ്പ് വില്ലേജിൽ ഏൽപ്പിച്ച് യാത്ര പറഞ്ഞു മടങ്ങുന്നത്. എന്നെങ്കിലും ആ അമ്മ കുഞ്ഞിനെ തേടി ഇവിടേക്ക് എത്തുമെന്ന് അവിടെയുള്ളവരെല്ലാം കരുതിയിരുന്നു. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായി ആ അമ്മ പിന്നീട് ഒരിക്കലും തിരികെ വന്നില്ല. പക്ഷേ ദൈവം അവളെ അനാഥയാക്കിയില്ല. അവിടെ അവൾക്ക് ഒന്നല്ല, ഒരുപാട് അമ്മമാരുടെ സ്നേഹം ലഭിച്ചു. ആരാരുമില്ലാതെ അവിടെ വളരുന്ന കുഞ്ഞുങ്ങൾ അവൾക്ക് കൂടപ്പിറപ്പുകളായി മാറി. ഹോപ്പ് വില്ലേജ് ദയയ്ക്ക് ഒരു അഭയകേന്ദ്രം മാത്രമല്ലായിരുന്നു, അവൾക്കതൊരു സ്വപ്നങ്ങളുടെ കൂടാരം കൂടിയായിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന് അവൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്നു. സ്കൂൾ പഠനകാലം മുതലേ അവളുടെ മനസ്സിൽ ഒരേയൊരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഡോക്ടറാകണമെന്നത്. കാരണം തന്നെപ്പോലെ ആരാരുമില്ലാത്ത, ശരിയായ ചികിത്സ ലഭ്യമാക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവരെ സഹായിക്കുക എന്ന ലക്ഷ്യമായിരുന്നു കുഞ്ഞു മനസ്സിലെ അവൾക്കുണ്ടായിരുന്നത്. 2 തവണ മെഡിക്കൽ എൻട്രൻസ് എഴുതി പരാജയപ്പെട്ടപ്പോഴും അവൾ തളർന്നില്ല. ഹോപ്പ് വില്ലേജിലെ കുട്ടികൾക്ക് വേണ്ടിയും മറ്റ് ദുരിതമനുഭവിക്കുന്ന അനേകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഡോക്ടറാകുമെന്ന അവളുടെ നിശ്ചയദാർഢ്യം അവളെ കൂടുതൽ ശക്തയാക്കി. സ്വപ്നങ്ങൾ കൈവിടാതെ അവൾ പിടിച്ചു നിന്നു. അങ്ങനെ ഇരിക്കെയാണ് ദയയുടെ ജീവിതം മാറ്റിമറിച്ച ആ ഒരൊറ്റ ഫോൺ കോൾ എത്തുന്നത്. കൊല്ലത്തെ ഇൻസ്പയർ എഡ്യൂക്കേഷൻ എന്ന ഏജൻസിയിൽ നിന്നായിരുന്നു ആ കോൾ. ദയമോൾക്ക് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്നായിരുന്നു അവിടെ നിന്നുള്ള ചോദ്യം. ഹോപ്പ് വില്ലേജ് ഡയറക്ടർ ശാന്തിരാജിന് ആ ചോദ്യത്തിന് മറുപടി പറയാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല. അപ്രതീക്ഷിതമായി എത്തിയ അവസരം ദയയും 2 കൈകളും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കരങ്ങൾ പോലെ അവൾക്ക് മുന്നിൽ ഒരു വഴി തുറന്നു വന്നിരിക്കുന്നു. അങ്ങനെ പ്രോസസ്സിംഗ് ഫീസ് പോലും ഇല്ലാതെ ജോർജിയയിലെ ടീച്ചിങ് യൂണിവേഴ്സിറ്റി ഓഫ് ജിയോമെഡിൽ MBBSന് പഠിക്കാനുള്ള അവസരം ദയയ്ക്ക് ലഭിച്ചു. പിന്നീട് ദയയുടെ കഥ കേട്ടറിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഫീസ് പോലും ഒഴിവാക്കി നൽകി. അങ്ങനെ ആലപ്പുഴയിലെ ഒരു അനാഥാലയത്തിൽ നിന്ന് ലോകത്തിന്റെ മറ്റൊരു കോണിലേക്ക്, അല്ലെങ്കിൽ സ്വപ്നങ്ങളിലേക്ക് പറന്നുയർന്ന ആദ്യ പെൺകുട്ടിയായി ദയ മോണിക്ക മാറി. ഇന്ന് അവളുടെ സ്വപ്നം ഒരു ശിശുരോഗ വിദഗ്ധയാകുക എന്നതാണ്. തനിക്ക് ലഭിച്ച സ്നേഹം അനേകം കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ അവൾ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഒരു അഭയകേന്ദ്രമായി മാറാനും അവർക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കാനും അവൾ ആഗ്രഹിക്കുന്നു. ദയയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: സ്നേഹമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും. ഈ യാത്രയിൽ ദയയ്ക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. 2023 ദയ അവിടെ MBBS പ്രവേശനം നേടുന്നത്. ആ സ്നേഹത്തണലിൽ നിന്ന് നേടിയ നിശ്ചയദാർഢ്യവുമായി ഇപ്പോൾ അവൾ തന്റെ സ്വപ്നം നേടിയെടുക്കാനുള്ള തിരക്കിലാണ്. ഡോക്ടർ ദയ മോണിക്ക എന്ന വിലാസത്തിന് ഉടമയാകുന്ന ആ ദിനത്തിനായി കാത്തിരിക്കുകയാണ് ഈ മിടുക്കിയും അവളുടെ ഹോപ്പ് വില്ലേജിലെ കുടുംബവും.